ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. 2 ദിവസമായി വൈദ്യുതി ഇല്ലാത്തതിനാൽ കുത്തിയത്തോട് KCB ഓഫീസിന് മുൻപിൽ കുഞ്ഞുങ്ങളുമായി പ്രതിഷേധം. 2 ദിവസമായി രാത്രിയും പകലുമായി വൈദ്യുതി ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് കുത്തിയതോട് KCB സെക്ഷൻ ഓഫീസിന് മുന്നിൽ കുഞ്ഞുങ്ങളുമായി നാട്ടുകാർ പ്രതിഷേധിച്ചു. കനത്ത മഴയിലും കാറ്റിലും മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റുകൾ നശിച്ചതിനാൽ കുത്തിയതോട് KCB സെക്ഷൻ ഓഫീസിന് മുന്നിൽ 2 ദിവസമായി നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഓരോ ദിവസവും ഇന്ന് വരുമെന്ന് പ്രതീക്ഷിച്ച് നാട്ടുകാർ മടങ്ങിയിരുന്നു. എന്നാൽ ഒരിടത്തും സമയബന്ധിതമായി തകരാർ പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. മഴക്കെടുതി ദുരിതങ്ങളും ഒപ്പം വൈദ്യുതി തടസ്സവും പ്രദേശവാസികളുടെ രോഷം ഇരട്ടിയാക്കിയിട്ടുണ്ട്. രാത്രി 8 മണിയോടെ കൈക്കുഞ്ഞുങ്ങളുമായാണ് വീട്ടമ്മമാരടക്കം സെക്ഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത്. ഈ കുഞ്ഞിനെയൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത്. രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും രക്ഷയില്ല. ഇതിനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരുന്നു. രാത്രിക്ക് നമ്മളെ വിളിച്ചാൽ അവര് പറഞ്ഞോണ്ടല്ലോ കറണ്ടില്ലേ, ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ, ഇപ്പൊ ആളെ വിടാം. ഇത് തന്നെ പരിപാടിയാണ്, ഒരു രക്ഷയില്ല. ഇത്ര ഒരു അലമ്പ് സ്ഥാപനം കേരളത്തിൽ വേറെ ഇല്ല. കറണ്ട് ബില്ലിന്റെ കാര്യത്തിൽ മാറി ഇവരെ കൊണ്ട് നല്ലതാണ്. മൂത്രം നിറഞ്ഞു പോയിട്ട് അമ്മകൾക്ക് അറിയായിരുന്നു. എന്താ പറയാ, കറണ്ടില്ലാത്തതുകൊണ്ട് എങ്ങനെ കാണാൻ മൂത്രം നിറഞ്ഞിങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് തകരാർ യഥാസമയം പരിഹരിക്കാൻ കഴിയാതെ വരുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ 2 ജീവനക്കാർ മാത്രമാണ് ഉള്ളതെന്നാണ് അറിയുന്നത്. എന്തു തന്നെയായാലും വൈദ്യുതി ലഭിക്കാതെ മടങ്ങില്ലെന്നായിരുന്നു നാട്ടുകാരുടെ വാശി. കോടന്തുരുത്ത്, കുത്തിയതോട്, തുറവൂർ, എഴുപുന്ന എന്നീ ഗ്രാമപഞ്ചായത്തുകളിലായി 30,000-ഓളം ഉപഭോക്താക്കളുണ്ട് ഈ സെക്ഷൻ പരിധിയിൽ. ഇപ്പോൾ മഴക്കെടുതിയിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകളും കമ്പികളും നാശമായിട്ടുണ്ട്. പള്ളിത്തോട്, വലിയത്തോട് തുടങ്ങിയ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്നും വളമംഗലത്ത് നിന്നുമെല്ലാമാണ് ആളുകൾ പ്രതിഷേധവുമായി എത്തിയത്. തുടർന്ന് പോലീസ് എത്തിയാണ് അടുത്ത ദിവസം പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, എഴുപുന്ന.